കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു എന്നൊരു വാർത്ത കൂടി വരികയാണ്. 16-കാരിയുടെ മുഖത്തും തലയ്ക്കും പരിക്കേറ്റു. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനി ലാൻസി മരിയയ്ക്കാണ് പരിക്കേറ്റത്. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, പലപ്പോഴും ഇത്തരത്തിൽ ബസ്സുകളുടെ അമിത വേഗമൊക്കെ തന്നെ അപകടത്തിലേക്ക് വഴിവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ബസ്സിന് ഡോർ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയാണ് ഈ കുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായത്? വിനീത, അതുല്യ എന്ന് പറയുന്ന ഒരു ബസ്സിന്റെ ഡോറിനോട് ചേർന്ന് നിന്നിരുന്ന ഒരു പെൺകുട്ടിക്കാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. ഇന്ന് രാവിലെ ഏതാണ്ട് 8:30യോടെയാണ് സംഭവം. വടുതല ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. ഓട്ടോമാറ്റിക് ഡോറാണ് ഈ ബസ്സിനുണ്ടായിരുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ കാണുന്ന വഴി, അതായത് ഇതൊരു ഇടുങ്ങിയ റോഡാണ്, വളരെ ചെറിയ റോഡാണ്. കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാനുള്ള ഒരു സൗകര്യം പോലും ഇവിടെ ഇല്ല എന്ന് പറയേണ്ടി വരും. വളരെ വേഗതയിൽ തന്നെയാണ് പലപ്പോഴും സ്വകാര്യ ബസ്സുകളടക്കം ഇതുവഴി വരാറ്. നമുക്ക് കാണാം, ചെറിയ ഒരു ഗട്ടറൊക്കെ തന്നെ അവിടെ കാണാം. ആളുകൾ പറയുന്ന അനുസരിച്ച് ആ ഗട്ടറിനോട് ചേർന്ന് വാഹനം എത്തിയപ്പോൾ ഇത്തരത്തിൽ വാഹനത്തിന്റെ ഡോറിനോട് ചേർന്ന് നിൽക്കുകയായിരുന്ന ഈ പെൺകുട്ടി ഈ റോട്ടിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. തലക്കും മുഖത്തും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പ്രത്യേകിച്ച് പല്ലുകളടക്കം ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യം ലൂർദ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റി ചികിത്സയിൽ കഴിയുകയാണ്. 16 വയസ്സുള്ള പെൺകുട്ടി രാവിലെ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഗ്ലാൻസി മരിയക്കാണ് പരിക്കേറ്റത്. പിന്നീട് പോലീസ് ഈ സ്ഥലത്തെത്തി ഈ സ്ഥലമൊക്കെ തന്നെ പരിശോധിച്ചു, ബസ്സും പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഈ വളവുകൾ അടക്കമുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ഇടുങ്ങിയ റോഡാണ്. ഇത്തരം റോഡിലൂടെ പ്രത്യേകിച്ച് രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ അമിത വേഗതയിലായിരിക്കും പ്രത്യേകിച്ച് സ്വകാര്യ വാഹനങ്ങൾ പോവുക, സ്വകാര്യ ബസ്സുകൾ പോവുക. അത്തരത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വീണ്ടും സ്കൂൾ ടൈമായി, അതുകൊണ്ട് തന്നെ നിരവധി കുട്ടികളും സ്കൂൾ ബസ്സുകളും ഒക്കെ തന്നെ ഇതുവഴി പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്തരമൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ 8:30 കൂടിയാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. എന്തായാലും കുട്ടിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഇപ്പോൾ പെൺകുട്ടി ചികിത്സയിൽ കഴിയുന്നത്. ശരി, സ്വകാര്യ ബസ്സിൽ നിന്ന് വീണാണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത്. അശ്രദ്ധമായി തന്നെ കൈകാര്യം ചെയ്തതാണ് പ്രശ്നം. തിരക്കുള്ള സമയങ്ങളിൽ ഇതുപോലെ തന്നെ കൃത്യമായി കുട്ടികളെ കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഒപ്പം വാഹനം ഓടിക്കുമ്പോഴും അത് ശ്രദ്ധ പാലിക്കേണ്ടതാണ്. ഡോറുകളൊക്കെ കൃത്യമാണ് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്.